നമ്മളൊരു CNG ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഗണർ ന്യൂ മോഡൽ വാഗണർ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വാഹനത്തിന് CNG കാലിബ്രേഷൻ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മലപ്പുറത്തുള്ള ബ്രദേഴ്സ് CNG എന്നുള്ള സ്ഥാപനത്തിലേക്കാണ് പോകുന്നത്. അവിടുത്തെ അതിൻ്റെ ഓണർ കുഞ്ഞീദുക്കാൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ CNG ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ ബന്ധപ്പെടുന്നത് കുഞ്ഞീദുക്കാനാണ്, ബ്രദേഴ്സ് CNGയിലാണ്. CNG പരമായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ നമ്മൾ പല സംശയങ്ങളൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കുഞ്ഞീദുക്കാനെ വെച്ചിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യൽ. അപ്പോൾ CNGയിൽ അവിടെ ഏതൊക്കെയാണ് മോഡൽസ് യൂസ് ചെയ്യുന്നത്, CNGയെ പറ്റി പലരും നമ്മൾ ഓരോ കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കലുണ്ട്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് CNG ആണ്, എത്രയ്ക്കാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞീദുക്കാൻ്റെ അടുത്ത് പോയിട്ടൊന്ന് ഒന്ന് CNGനെ പറ്റിയുള്ള കുറച്ച് ലഘു വിവരങ്ങൾ കൂടി നമുക്കൊന്ന് പഠിക്കാണ്ട്, അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കാലിബ്രേഷനും കാര്യങ്ങൾ അതും ചെയ്യാണ്ട്. അപ്പോൾ എന്താണ് കാലിബ്രേഷൻ, അതേപോലെ എന്തൊക്കെയാണ് CNG പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വാഹനം ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മലപ്പുറത്തേക്ക് പോകാം, കുഞ്ഞീദുക്കാൻ്റെ ബ്രദേഴ്സ് ഷോപ്പിലേക്ക് പോകാം, അവിടുന്ന് കാണാം. അപ്പോൾ നമ്മളെ സിലിണ്ടർ CNG സിലിണ്ടർ കാലിബ്ർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രദേഴ്സ് CNGയിൽ എത്തിയിരിക്കുകയാണ്. മലപ്പുറം കളക്ടറേറ്റിൻ്റെ ബാക്കിലുള്ള ബ്രദേഴ്സ് CNGയിലാണ് അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബ്രദേഴ്സ് CNG. ഒരുപാട് CNG കംപ്ലൈൻ്റ് ഉള്ള വാഹനങ്ങൾ, ഫിറ്റിങ്ങുള്ള വാഹനങ്ങളൊക്കെ അതിന് വേണ്ടി പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് വാഹനങ്ങൾ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് നമ്പറെ ശ്രദ്ധിച്ച് വന്നപ്പോൾ തന്നെ AP ആന്ധ്രാപ്രദേശ് വാഹനമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ CNG ഫിറ്റ് അവിടെ വാഹനം വന്നിട്ടുണ്ടോ, അതിന് കംപ്ലൈൻറ്റ് തീർക്കാനാണോ. പിന്നെ നമ്മുടെ ഒരു ഹോണ്ടയുടെ അക്കോഡ് ഡൽഹി വാഹനം കിടക്കുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിൽ നിന്നും വാഹനം വന്നിട്ടുണ്ട്. എനിക്കൊണ്ട് അതർ സ്റ്റേറ്റ് വാഹനങ്ങളൊക്കെ ഒരുപാട് വാഹനങ്ങൾ വന്നിട്ട് അതിനകത്തൊക്കെ CNG ആഡ് ചെയ്യാൻ വന്നത്. പിന്നെ ടാക്സി പർപ്പസിലുള്ള ഒരു വാഹനം കിടക്കുന്നു, കാലിക്കറ്റ് ടാക്സി പർപ്പസിൽ ഹോണ്ട അമേസ് കിടക്കുന്നുണ്ട്. അപ്പോൾ CNGക്ക് ഒരുപാട് പെട്രോൾ വാഹനങ്ങൾ ഇവിടെ CNG ഫിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CNGനെ പറ്റിയും കൂടി അവിടുത്തെ കാര്യങ്ങൾ ഒന്നും അറിയണം. നമ്മുടെ വാഹനം കാലിബ്ർ ചെയ്യാനുണ്ട്, CNGൻ്റെ ഫിറ്റിംഗ് എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാണ്ട്. കുഞ്ഞിതുക്ക ഹൈ. അപ്പോൾ ഇതാണ് കുഞ്ഞിതുക്ക, CNGയുടെ രാജാവ്. അങ്ങനെ പറയണോ അല്ലേ? CNGനെ പറ്റിയുള്ള എൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ, കുറേ വാഹനങ്ങൾ എൻ്റെ അടുത്ത് CNG വാഹനങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിന് പല രീതിയിലുള്ള സംശയങ്ങൾ എനിക്ക് വരാറുണ്ട്. ചില ഇതിന് കസ്റ്റമേഴ്സ് പല ചോദ്യങ്ങൾ ചോദിക്കും, എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഏത് പാതിരാത്രി വിളിച്ച് കഴിഞ്ഞാലും എൻ്റെ സംശയങ്ങൾക്കൊക്കെ പുള്ളി ഉത്തരം തരലുണ്ട്. ഇപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് ഞാൻ ഒരുപാട് പേർക്ക് കുഞ്ഞിതുക്കാരൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേര് നിങ്ങൾ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്നോട് ആര് CNGയുമായിട്ട് ബന്ധപ്പെട്ട സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ പുള്ളിയുടെ നമ്പർ കൊടുക്കും, പുള്ളി അതിന് വേണ്ട മറുപടി കൊടുക്കും. ഇപ്പോൾ ലാപ്പ് എന്തൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കും. എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താ ഇതൊരു ആഫ്റ്റർ സർവീസിന് വന്ന വണ്ടിയാണ്. ആഫ്റ്റർ സർവീസ് ഒരു ഇത് ഫിറ്റ് ചെയ്ത് പോയിട്ട് ഒരു 10,000 കിലോമീറ്റർ ചെയ്യുമ്പോൾ നമ്മൾ സർവീസ് ചെക്കപ്പ് ഉണ്ട്, ജനറൽ ചെക്കപ്പ് ചെയ്യും. നമ്മൾ ഫിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു, അതോടുകൂടി ഒന്നുമില്ല. പിന്നെ ഓരോ 10,000 കിലോമീറ്റർ പോകുമ്പോൾ ഇവിടെ വരാൻ വേണ്ടി സർവീസ് ചെയ്യും. ജസ്റ്റ് ചെക്കപ്പ്, കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുക, കമ്പ്യൂട്ടറിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ആ എറേഴ്സ് എടുക്കുക. പിന്നെ വണ്ടിൻ്റെ വർക്കിംഗ് ഇതുണ്ടോ, ഗ്യാസും പെട്രോളും ഈക്വൽ ആണോ വർക്കിംഗ്, ഇതുപോലെ ഇതെല്ലാം ക്ലിയർ ആണോ നോക്കും. ഇത് കൂടുതലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ആ ഭാഗം എന്താ പ്രശ്നം വന്നത് നോക്കും. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് അടുത്ത് ഡെലിവറി ചെയ്യും. അപ്പോൾ എല്ലാ 10,000 കിലോമീറ്റർ അത് ഒരു വർഷം വരെ നമ്മളെ ഫ്രീ ആയിട്ട് കൊടുക്കും. ഒരു വർഷം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് നമ്മൾ ഫിറ്റ് ചെയ്ത എല്ലാ വണ്ടികളും. ഒരു AP ആന്ധ്രാപ്രദേശ് സ്റ്റേഷനും വണ്ടിയുണ്ടോ? അത് ഫിറ്റ് ചെയ്യാൻ വന്ന വണ്ടിയാ. അവിടെ നിന്നാണോ? അത് അവിടെയുള്ള ഇവിടുത്തേരാണ്, പക്ഷെ അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെ. അപ്പൊ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാണ് ഇപ്പൊ. ഈ ഇക്കോലും CNG ഉണ്ടല്ലേ? CNG ഉണ്ട്. പിന്നെ വലിയ ടാങ്ക്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ബ്രദേഴ്സ് CNGന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് വിളിച്ചു. ഏകദേശം ഒരു 50 കസ്റ്റമറായിട്ടാണ് വിളിച്ചിട്ടുണ്ടാവും. മാഗ്നറ്റ് ചെയ്യാൻ പറ്റുമോ, മാഗ്നറ്റ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ. അപ്പോൾ CNG റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഉപയോഗിക്കുന്ന വാഹനത്തിന് CNG ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ CNG റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യങ്ങൾക്കും ഞാൻ കുഞ്ഞിതുക്കാരൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ CNGൻ്റെ കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഫിറ്റ് ചെയ്യുന്നത്, എത്രയൊക്കെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് കൂടി കുഞ്ഞിതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം നമ്മുടെ കസ്റ്റമേഴ്സിന്, നമ്മുടെ വ്യൂവേഴ്സിന്. അപ്പോൾ ഇവിടെ കുറച്ച് CNGൻ്റെ ബോക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഏതൊക്കെയാണ് ബോക്സ് വരുന്നത്? അപ്പോൾ ശരിക്കും ഏതൊക്കെ വാഹനത്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് അതാദ്യം ചോദിക്കണം. നമ്മൾ ഈ പെട്രോൾ വണ്ടി എല്ലാ വണ്ടികളും BS4, BS3, BS4 എല്ലാ വണ്ടികളും, BS6 എല്ലാം ചെയ്യാൻ പറ്റാത്ത വാഹനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? RCയിൽ ചെയ്യാൻ പാടില്ലാത്ത വണ്ടിയാണ് ഒന്ന് സൂപ്പർ കേരി, പിന്നെ ഹൈബ്രിഡ് വണ്ടികൾ, എർട്ടിക്ക അങ്ങനെയുള്ള ഹൈബ്രിഡ് ഉണ്ടല്ലോ, ഹൈബ്രിഡ് വണ്ടിന്റെ മുകളിൽ ഹൈബ്രിഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല, അതിന് അപ്രൂവൽ ഇല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്. ഹൈബ്രിഡ് വണ്ടി ചെയ്യാൻ പറ്റില്ല. പക്ഷേ കസ്റ്റമർ ഓൺ റിസ്കിൽ അവർക്ക് ഉപയോഗിക്കുക, അവരെ റിസ്കിൽ.
പക്ഷേ ഗവൺമെന്റുകളുടെ ഡോക്യുമെന്റ്സ് നമ്മൾ തരാൻ പറ്റും. നമുക്ക് RC-യിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെ സംബന്ധിച്ച് പുതിയൊരു അറിവ് കേട്ടോ. അത് ഹൈബ്രിഡ് വണ്ടികൾ ഇപ്പോൾ ഒരുപാട് പേര് പല രീതിയിലും ചെയ്യുന്നുണ്ട്. അത് വേറൊരു ഇതായിട്ട് ലീഗലായിട്ട് ചെയ്തു പോകേണ്ട RC-യിലൊക്കെ പുതിയൊരു അറിവ് എന്നോട് എൻ്റെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ മാരുതിയുടെ വരികയാണെങ്കിൽ എർട്ടിക്ക ഉണ്ട്, അതേപോലെ സിയാസ് തുടങ്ങിയിട്ടുള്ള ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ വാഹനങ്ങളിൽ CNG ചെയ്യാൻ ലീഗലി പെർമിഷൻ ഇല്ല എന്നുള്ളൊരു പുതിയൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണ് ബോക്സുകൾ? ഇത് E-Power എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. E-Power നമ്മൾ ഏതൊക്കെ ബ്രാൻഡ് ഇവിടെ ചെയ്യുന്നത്? എല്ലാം ഇവിടെ നമ്മളിതൊരു 12 ബ്രാൻഡ് ഉണ്ട്. 12 ബ്രാൻഡ് CNG ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ E-Power എന്ന് പറഞ്ഞ കമ്പനി ഇത് പറഞ്ഞിട്ട് ഹുണ്ടായിക്ക് ഒറിജിനൽ വരുന്നതാണ്. ഹുണ്ടായി കമ്പനി ഫാക്ടറി ഫിറ്റഡിൽ വരുന്ന KNC, അത് കൊറിയൻ മെയ്ഡാണിത്. BS6 വാഹനത്തിനുള്ള കിറ്റുകളാണിത്. ഇത്രയും വാഹനത്തിനുള്ള കിറ്റ് ഹ്യുണ്ടായിന്റെ എല്ലാ വാഹനത്തിനും ഹുണ്ടായിന്റെ എല്ലാ വാഹനത്തിനും ഇതെല്ലാം ഫാക്ടറി ഫിറ്റഡ് ആണ്. നമ്മൾ ഇത് ഫാക്ടറി ഫിറ്റഡ് കിറ്റാണിത്. ഇതിന്റെ കപ്ലർ ടു കപ്ലർ ആണ്. ഫുൾ വണ്ടിന്റെ കമ്പനി വയറൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യില്ല. എല്ലാം ഫാക്ടറി ഫിറ്റഡ് ആണത്. അപ്പൊ നമുക്ക് വേറെ കട്ട് ചെയ്ത് വയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്യാസിന്റെ ഗ്യാസ് അതേപോലെ പെട്രോൾ മാറ്റണം എന്നുള്ള സ്വിച്ച് നമ്മുടെ വാഹനത്തിന്റെ സ്റ്റാരിങ്ങിന്റെ താഴെ ഭാഗത്താണ് പ്ലേസ് ചെയ്യുന്നത്. ഇത് ECM. ഇഞ്ചക്ടർ എന്ന് പറഞ്ഞിട്ട് ഹനാൻ ഇഞ്ചക്ടർ ആണ്. ഈ ഹനാൻ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ കിറ്റുകളിൽ വരാത്തൊരു ടൈപ്പാണിത്. ഹനാൻ നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, വിലയുണ്ട്. ആ വെയിറ്റിനനുസരിച്ച് വില ഉണ്ടാവും. ഇത് ഏകദേശം 12,500 രൂപ. ഓക്കെ. അപ്പോൾ 4 ഇഞ്ചക്ടർ വരുന്നുണ്ട്. ഇത് ഹനാൻ ഇമ്പോർട്ടഡ്, ഫുള്ളി ഇമ്പോർട്ടഡ്. ഓക്കെ, ഫുള്ളി ഇമ്പോർട്ടഡ് സാധനമാണ്. പിന്നെ എന്താ വരുന്നത് ഇതിനകത്ത്? ഫില്ലിംഗ് വാൾവ്, ബോണ്ടിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ഫില്ലിംഗ് വാൾവ്. ഓക്കെ. ഇതോ? ഇത് ടാങ്കിന്റെ വാൾവ്. MR എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കാണാൻ വരില്ല. ഓക്കെ. ഇത് ടാങ്കിന്റെ MR, ഇത് ടാങ്കിന്റെ വാൾവ്. അത് എനിക്ക് ഇതിമ്മ കണ്ടില്ല, സേഫ്റ്റി വാൾവും കൂടി ഉണ്ടാവും. എന്തെങ്കിലും പിന്നെ ഹീറ്റ് ആവുക അല്ലെങ്കിൽ ബേൺ ആവേണ്ടി വണ്ടിയിലൊക്കെ വല്ല പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്യാസ് ഔട്ട് ചെയ്യാനുള്ള മെത്തേഡൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്തൊരു വാൾവ്, പ്രഷർ കുക്കർ പോലെ ഒരു വാൾവാണ്, അതങ്ങ് പൊട്ടിപ്പോയി. ഇല്ല. പിന്നെ ഇതിൽ വേറെ ഇതെന്താ വെച്ചാൽ നമ്മൾ വണ്ടി ഗ്യാസ് ഫില്ല് ചെയ്യാൻ ചെല്ലുമ്പോൾ പമ്പിൽ ഫില്ലുന്ന സമയത്ത് ഈ വാൾവ് ഇങ്ങനെ ഊരി കഴിഞ്ഞാൽ എഞ്ചിന് മൊത്തം ഓഫായി. വണ്ടിന്റെ മറ്റുള്ള യൂണിറ്റുകളെല്ലാം ഓഫായി പോകും. എഞ്ചിൻ ഓഫാവും. ചില ആളുകൾ എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിൽ ഇടും. പമ്പ് ചില പെട്രോൾ ഡീസലൊക്കെ അടിപ്പം കണ്ടിട്ടില്ല. പമ്പ് ഇതുകൊണ്ട് വലിച്ചു കഴിഞ്ഞാല് വണ്ടി ഓഫാക്കി. ശരിക്കും അറിയാം, അതായത് വണ്ടി സ്റ്റാർട്ടിങ് പാടില്ല. അതായത് പെട്രോൾ അടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ CNG അടിക്കുന്ന സമയത്തോ വണ്ടി സ്റ്റാർട്ടിങ് പാടില്ല. ശരിക്കും സ്റ്റാർട്ടിങ് ആണെന്ന് പല വർഷം ചില മുമ്പിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പെട്രോൾ അടിക്കണം, ചെയ്യാൻ പാടില്ല. അതിൽ എന്താണ് പ്രശ്നം വരുന്നത്? അതില് ഈ ഫില്ല് ചെയ്യേണ്ട സമയത്ത് പെട്രോളിന്റെ നീരായി പോകുന്നു, ഗ്യാസ് ഇങ്ങനെ പോകുന്നതാണ്. അതെ. അത് നമ്മൾ പെട്രോൾ വണ്ടിക്കൊക്കെ എപ്പോഴും ഏത് ഭാഗത്തേലും പെട്രോളിന്റെ ഈ നമ്മളെ സ്പാർക്ക് പ്ലഗ് അല്ലേ, സ്പാർക്ക് പ്ലഗിന്റെ അവിടെയൊക്കെ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഫയർ ആവാൻ സാധ്യത കൂടുതലാണ്. ഈ സംഭവം ചെയ്യുകയാണെങ്കിൽ എത്ര നമുക്ക് കോസ്റ്റ് വരുന്നത്? ഇതിപ്പോൾ നമ്മൾ ഈ ഹുണ്ടായിന്റെ OEM ആണിത്. ഈ കിറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് 80,000 രൂപ. കാരണം ഇത് റേറ്റ് കൂടുതലാണ്. ഹ്യുണ്ടായിന്റെ റേറ്റ് കൂടുതലാണ്. ഏറ്റവും കുറഞ്ഞ കിറ്റ് ഏതാണ്? ഏറ്റവും കുറഞ്ഞത് എന്ന് പറയുന്നത് ഇതാ ഒരു 55 രൂപന്റെ റേറ്റിൽ ചെയ്യേണ്ടതാണ്. ഇത് മിജോ ബ്രാൻഡ്. 55 രൂപ. ഇത് ഏതൊക്കെ വണ്ടികൾക്ക് പറ്റിയ? BS4 മാത്രം. BS6 പറ്റില്ല. BS6 വേറെ ഉണ്ട്. BS6ന്റെ കിറ്റ്. ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത്? ഇത് പറഞ്ഞാൽ 65, 60 ആ റേഞ്ചിൽ. 65, 60 റേഞ്ചിലായിട്ട്. ഇതും എല്ലാ വണ്ടികൾക്കും യൂസ് ചെയ്യാം. ഇപ്പൊ ഹ്യുണ്ടായിന്റെ വണ്ടികൾക്ക് മാത്രം എല്ലാ വാഹനങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റില്ല? പറ്റും. പിന്നെ ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 8 ഇഞ്ചക്ടർ വരും. 4 സിലിണ്ടറിൽ 8 ഇഞ്ചക്ടർ. ഇതിന്റെ പുതിയ വണ്ടികൾ, ഇപ്പൊ ലേറ്റസ്റ്റ് വണ്ടികൾ ഉണ്ടല്ലോ, അതിനുള്ള യൂണിറ്റ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ സെയിൽ നടക്കണ ഏതാ? ഇത് നമ്മൾ അധികം ചെയ്യുന്നത് ടൊമോസെറ്റ് ചെയ്യുന്നുണ്ട്, മിജോ ചെയ്യുന്നുണ്ട്. രണ്ടും ചെയ്യുന്നുണ്ട്. ടൊമോസെറ്റും മിജോ. പിന്നെ അതുപോലെ യൂറോപ്പ് ഗ്യാസ്, യൂറോപ്പ. ഓക്കെ. ഇത് നല്ല, ഇതിലും BS6 ഉണ്ട്. BS6 കിറ്റാണ് ഇത് വരുന്നത്. BS6 തന്നെ ഉണ്ട്. 2 years വാറണ്ടി ഉണ്ട് ഇതിന്റെ ECUവിന്. ശരിക്കും കിറ്റിനാണ് ഇതിന്റെ വില അല്ലേ? 1 വർഷമാണ് ECM വാറണ്ടി. പിന്നെ ബാക്കിയുള്ള പാർട്സിനൊക്കെ 2 വർഷം. ഒരു വർഷം മൊത്തം 1 വർഷം. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് 1 വർഷത്തേക്ക് വാറണ്ടി. 1 വർഷത്തേക്ക് വാറണ്ടി. 1 വർഷത്തേക്ക്, 2 വർഷം ഇല്ല. 2 വർഷത്തെ വാറണ്ടി ഈ ഒരു കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. ECU എന്നുള്ള ഈ കമ്പനിക്ക് മാത്രം 2 വർഷം വാറണ്ടി. ബാക്കിയൊക്കെ 1 വർഷം വാറണ്ടി. ഇതിന് പ്രൈസ് കൂടുതലുണ്ട്? അപ്പോൾ ഇല്ല. ഇപ്പോൾ എൻ്റെ ഒരുപാട് തെറ്റിയാറുണ്ട്. എന്തറിയോ, പിന്നെ CNG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ കിടക്കുന്ന സാധനം മാത്രമാണെന്നുള്ളത്, അതായത് tank. സിലിണ്ടർ. കാരണം ഇത് മാത്രമേ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുള്ളൂ. പല വ്യൂവേഴ്സിന്റെ ഉള്ള തെറ്റുകാരനായിരിക്കും CNG ക്ക് ഈ ഒരു സാധനം മാത്രം, ഇതിനാണ് ഈ 65 രൂപ 50 രൂപ എന്നുള്ളത്. ശരിക്കും ഇതല്ല CNG. ഇതിനെന്താ കോസ്റ്റ് ഉണ്ട്? അതിന് ഒരു ടാങ്കിന് ഏകദേശം ഒരു 20 റുപ്യോളം വരും, 20,000 കംപ്ലീറ്റ്. ഓക്കെ. അപ്പോൾ ശരിക്കും ഇതാണ് ഇതിന്റെ മെയിൻ. അതായത് നമ്മുടെ സീലിംഗ് ഫാൻ പോലത്തെ ഒരു ബോക്സിനുള്ളിൽ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ബ്രദേഴ്സ് CNG ഇവർ ഇപ്പൊ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നിങ്ങൾ ചെയ്യാം. ഞാൻ തന്നെ ഫുള്ള് എന്റെ കയ്യിലെ തന്നെ പോകുള്ളൂ. ഇപ്പൊ ഇവിടെ ആരെയും വേറെ ഒരാളുണ്ട്, പക്ഷെ ഇന്ന് ലീവ്. ഓക്കെ. അപ്പോൾ ഈ രണ്ടാൾ പിന്നെ മാത്രമാണ് ഈ ഒരു സ്ഥാപനത്തിലുള്ളത്. ഇവരെന്നാണ് ഫുൾ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ എല്ലാം, എല്ലാ A to Z കാര്യങ്ങൾ, അതിന്റെ ചെക്കിങ് കാര്യങ്ങൾ എല്ലാം. നിങ്ങൾക്ക് CNG പരമായിട്ടുള്ള പല സംശയങ്ങളുണ്ടാവും, പല ആവശ്യങ്ങളുണ്ടാവും. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിനകത്ത് CNG നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും കുഞ്ഞീദുക്കാൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. മലപ്പുറം നമ്മുടെ കളക്ട്രേറ്റിൻ്റെ തൊട്ട്, അതായത് മലപ്പുറം ടൗണിൽ തന്നെ, ടൗണിൽ നിന്ന് ജസ്റ്റ് 1/2 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ ഒരു ഈ സ്ഥാപനം നിൽക്കുന്നത്. ശരിക്കും ഞാൻ ഇത്രയും അടുത്ത കാലത്ത് ആണ് ഈ ഒരു സ്ഥാപനത്തിനെ പറ്റി അറിയുന്നത്. മലപ്പുറം ടൗണിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നുള്ളത്. കാരണം എനിക്കറിയില്ലായിരുന്നു. ഞാൻ CNG ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും, പല ദൂര സ്ഥലങ്ങളിലൊക്കെ, എടപ്പാട് അങ്ങോട്ടൊക്കെ ഞാൻ ഇവിടുന്ന് കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും അടുത്തൊരു സ്ഥാപനം ഉണ്ടെന്ന് ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിനുശേഷം എൻ്റെ കസ്റ്റമേഴ്സിന് ഒരുപാട് പേർക്ക് ഞാൻ നമ്പർ കൊടുത്തു. നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും CNG പരമായിട്ട് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. കുഞ്ഞിതൊക്കെ ഞാൻ വന്നത് എൻ്റെ ഒരു വാഗണർ ഇത് കാലിബ്രേ ഉണ്ട്, അതിനെ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് ഹെൽപ്ഫുള്ളാണ് നിങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് വിളിക്കും. എല്ലാ വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കാം. ഓക്കെ, താങ്ക് യു.